അപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ആ ഘട്ടത്തിലുണ്ടായിരുന്ന ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമായി അടക്കം ഇതുമായി ബന്ധപ്പെടുകയും ആവശ്യമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒരു വഷളായ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ മേലെ കുറച്ച് നാൾ വികാരമൊക്കെ നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവിടെയല്ല ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത്. ദീർഘകാലമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കോടതിക്കകത്ത് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കോടതിക്കകത്ത് മാധ്യമപ്രവർത്തകർക്ക് വിലക്കില്ലാതെ പോകാൻ കഴിയണമെന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴാണ് പത്രപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ മാനേജ്മെൻറ്റിൻ്റെയും പ്രതിനിധികൾ ഒരു ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കാൻ വന്നത്. അപ്പം തന്നെ അവരാവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒന്നിടപെടണം, ചീഫ് ജസ്റ്റിസിന് ബന്ധപ്പെടണം. ഞാൻ ആ സമയത്ത് തന്നെ അവരോട് പറഞ്ഞു, ചീഫ് ജസ്റ്റിസിനെ ബന്ധപ്പെടാം, ഞാൻ നേരിട്ട് കാണാം, അദ്ദേഹവുമായി സംസാരിക്കണം. അദ്ദേഹവുമായി സംസാരിക്കുന്നതിന് സാധാരണ സർക്കാർ തലത്തിൽ ചെയ്യുന്ന നടപടിക്രമം അഡ്വക്കേറ്റ് ജനറൽ മുഖേന ചീഫ് ജസ്റ്റിസിനെ ബന്ധപ്പെടലാണ്. അങ്ങനെ അഡ്വക്കേറ്റ് ജനറലോട് സംസാരിച്ചു. അന്ന് തന്നെ അഡ്വക്കേറ്റ് ജനറൽ ചീഫ് ജസ്റ്റിസുമായി സംസാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇപ്പോഴുള്ള പുതിയ ചീഫ് ജസ്റ്റിസ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധ്യം അതിൻ്റെ ഭാഗമായി ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കാണേണ്ടതുണ്ടോ? കാണേണ്ട ഒരു കാര്യമില്ലല്ലോ, എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുകയല്ലേ. അപ്പോൾ കാണാതിരിക്കലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുള്ളതായി എനിക്ക് വിവരം കിട്ടി. എന്നിട്ടും കാത്തു നിൽക്കുകയാണ്, പ്രശ്നത്തിന് അയവ് വരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ അടുത്ത ദിവസം ഞാൻ ചീഫ് ജസ്റ്റിസിനെ തന്നെ കാണുന്നത്. അഡ്വക്കേറ്റ് ജനറലോടൊപ്പം അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു ശങ്കയുമില്ലാതെ ഒരു കാര്യം വ്യക്തമാക്കി. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും കോടതിയിലേക്ക് പോകുന്നില്ല. അതിന് കാരണം നേരത്തെ ചെന്നപ്പോൾ അവർക്ക് നേരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അവരെ പോലീസ് വലയത്തിലാണ് പുറത്തു കൊണ്ടുപോയത്. അക്കാര്യത്തിൽ രജിസ്ട്രാർക്കൊരു പരാതി കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ അതിന് മറുപടി നൽകണം. ഇത്രയും കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ തന്നെ എൻ്റെ മുന്നിൽ വെച്ച് ചീഫ് ജസ്റ്റിസിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ മറുപടി കൊടുക്കാം, അതിന് നിർദ്ദേശിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അത് മറുപടി മാത്രമാക്കണ്ട, അത് പ്രസിദ്ധപ്പെടുത്തുന്നത് നല്ലതാണ്. രജിസ്ട്രാർ ഇതിനൊരു വിലക്കുമില്ല എന്ന് പ്രസിദ്ധപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യാം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അവിടെ ചെല്ലുന്നതിന്, കോടതിക്കകത്ത് ചെല്ലുന്നതിന് ഒരു വിലക്കുമില്ല എന്ന നിലപാട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് എടുത്തത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് എത്തിച്ചേർന്ന ധാരണ അന്ന് തന്നെ മാധ്യമപ്രവർത്തകരോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയുള്ള ധാരണ. എല്ലാവരും പിറ്റേ ദിവസം അത് റിപ്പോർട്ട് ചെയ്തിട്ട് പോകും. അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത ദൃശ്യമാധ്യമങ്ങളുണ്ട്, പിറ്റേ ദിവസം പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി തീർന്നു എന്നാണ് എല്ലാവരും ധരിക്കുന്നത്. ഇതിനിടക്കാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കോടതിക്കകത്ത് വീണ്ടും പ്രശ്നമുണ്ടാകുന്നത്. ഇത് ഒരു തരത്തിലും
അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റേതാണ് എന്ന് ഓർമ്മിക്കണം. ഇനി അത്ര വിശാലമായ കാഴ്ചപ്പാടില്ലാതെ നോക്കിയാൽ തന്നെ കോടതിയുടെ അധികാരി ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടതായിട്ടില്ല. ജഡ്ജിമാർക്കുള്ള അവകാശം തങ്ങൾക്കുള്ളതാണെന്ന് അഭിഭാഷകർ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കോടതിയിൽ പത്രപ്രവർത്തകർ കടക്കരുത് എന്ന് പറയുന്നത് പത്രസ്വാതന്ത്ര്യത്തിനു മേലുള്ള കൈകടത്തലാണ്. ഒരു അഭിഭാഷകനും അതിന് സ്വാതന്ത്ര്യമില്ല. നിയമം ലംഘിക്കുകയാണ് എന്നത് അഭിഭാഷകർ ഓർക്കണം. അപ്പോൾ നിയമലംഘനം ഉണ്ടായാൽ നിയമം ലംഘിക്കപ്പെടാതെ നോക്കാനാണ് സർക്കാരിൻ്റെ ചുമതല എന്നും അഭിഭാഷകർ മനസ്സിലാക്കണം. നേരത്തെ സ്വീകരിച്ച നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് വിട്ടുപോയാൽ, അസഹനീയമായ രീതിയിൽ വളർന്നാൽ നിയമം ലംഘിക്കപ്പെടാതെ നോക്കാൻ വേണ്ടതെല്ലാം സർക്കാർ ചെയ്യും എന്നീ ഘട്ടത്തിൽ ഉറപ്പ് നൽകുകയാണ്. പത്രനടത്തിപ്പ് ഒരു കാലത്ത് രാജ്യസേവനത്തിൻ്റെ ഭാഗമായ ഒന്നായിരുന്നു. മഹാത്മാഗാന്ധി അടക്കമുള്ളവർ പത്രാധിപന്മാർ കൂടിയായിരുന്നു. പിൽക്കാലത്താണ് പത്രനടത്തിപ്പ് രാജ്യസേവനം എന്നിടത്ത് നിന്ന് മാറി ബിഗ് ബിസിനസ് എന്നിടത്തേക്ക് എത്തുന്നത്. പത്രപ്രവർത്തനം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അക്കാലം കണ്ടിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് അതൊരു പ്രൊഫഷനായോ കരിയറായോ ഒക്കെ മാറുന്ന നില വന്നിട്ടുണ്ട്. ഈ മാറ്റത്തിന് അനുബന്ധമായി കുറേ മൂല്യത്തകർച്ചയും സംഭവിച്ചിട്ടുണ്ട്. ആ മൂല്യത്തകർച്ചയെ ചെറുത്തു നിൽക്കാൻ പത്രപ്രവർത്തന രംഗത്തുള്ളവർക്ക് സാധിക്കണം. ഇക്കാര്യത്തിൽ പരിമിതികളേറെ ഉണ്ടാവാം. എങ്കിലും ലക്ഷ്യം മൂല്യത്തകർച്ചകളെ ചെറുത്തു നിൽക്കൽ തന്നെയാവാം. ഫേക്ക് ന്യൂസ്, പ്രൈവറ്റ് ട്രീറ്റി ജേർണലിസം, ഇത്തരം പുഴുക്കുത്തുകളെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പത്രപ്രവർത്തനം എന്നതിൽ നിങ്ങളുടെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, സത്യം അറിയാനുള്ള വായനക്കാരൻ്റെ അവകാശം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട്. അത് മറന്നു പോകരുത്. മാധ്യമ സ്വാതന്ത്ര്യം എന്നത് നിലം തൊടാതെ നിൽക്കുന്ന ഒരു സങ്കല്പമല്ല എന്നതും നാം ഓർക്കണം. മാധ്യമപ്രവർത്തനം മറ്റെല്ലാ സ്വാതന്ത്ര്യങ്ങളും അപകടപ്പെട്ടാൽ അതിജീവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസ്റ്റ് സങ്കല്പവും മതനിരപേക്ഷതയും ഒക്കെ നിലനിൽക്കുന്നിടത്തോളമേ മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കൂ എന്നത് നാം ഗൗരവമായി കാണണം. ഇവയുടെയൊക്കെ അഭാവത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത തുടങ്ങിയവ ഈ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവരോട് ഒരു സാഹോദര്യം മാധ്യമപ്രവർത്തന രംഗത്തുള്ളവർക്ക് ഉണ്ടാവേണ്ടതാണ്. ഇനി അഥവാ അതുണ്ടായില്ലെങ്കിൽ പോലും ശത്രുത ഉണ്ടാവാതിരിക്കേണ്ടതാണ്. സത്യവും അസത്യവും തമ്മിൽ പൊരുതുമ്പോൾ നിഷ്പക്ഷരായിരിക്കാൻ പാടില്ല. ധർമ്മവും അധർമ്മവും തമ്മിൽ പൊരുതുമ്പോൾ
അതുപോലെ തന്നെ നിഷ്പക്ഷരാകാൻ പാടില്ല. വർഗീയതയും മതനിരപേക്ഷതയും തമ്മിൽ പൊരുതുമ്പോൾ, സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും തമ്മിൽ പൊരുതുമ്പോൾ നിഷ്പക്ഷത പാടില്ല. അത്തരമൊരു നിഷ്പക്ഷത ക്രൂരമാണ്. ആ നിഷ്പക്ഷത ഗാന്ധിജിയും നെഹ്റുവും EMSഉം ജയപ്രകാശ് നാരായണനും ഒക്കെ പുലർത്തിയിരുന്നുവെങ്കിൽ നാം ഇന്ന് ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വായു ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നാം ഓർക്കണം. ദേശീയ തലത്തിൽ നോക്കിയാൽ മാധ്യമപ്രവർത്തകരുടെ ജീവിത സാഹചര്യം അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല. ഒറീസയിലെ ധനാമഞ്ചി സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനോട് നിങ്ങൾക്കൊരു ആംബുലൻസ് ഏർപ്പെടുത്താനുള്ള പണം കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചപ്പോൾ വന്ന ഒരു മറുപടിയുണ്ട്. ധനാമഞ്ചിയുടേതിൽ നിന്ന് ഒട്ടും മെച്ചപ്പെട്ടതല്ല ഒറീസയിൽ എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ജീവിതം എന്നായിരുന്നു മറുപടി. ഡൽഹിയിലെ പ്രമുഖ പത്രപ്രവർത്തകരുടെയോ കേരളത്തിലെ ശരാശരി പത്രപ്രവർത്തകരുടെയോ ജീവിത സാഹചര്യങ്ങൾ അളവുകോലാക്കി അളക്കാവുന്നതല്ല. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ പത്രപ്രവർത്തകരുടെ ജീവിതം ഇത്തരം ജീവിത സാഹചര്യങ്ങൾ അളവുകോലാക്കി അളക്കാൻ പറ്റുന്നതല്ല. അതെപ്പോഴും നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പത്രപ്രവർത്തകരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചത് നിങ്ങളുടേതുപോലുള്ള സംഘടനകളാണ്. ചലപതി റാവുവിനെ പോലുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരും സംഘടനാ നേതാക്കളുമാണ്. അവരെ ഓർമ്മിച്ചുകൊണ്ടും അവരുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ. അതോടൊപ്പം ഇന്ന് കാലത്ത് നിങ്ങളുടെ സംഘടനാ ഭാരവാഹികളായ നാരായണനും ഗഫൂറും ഈ മേഖലയിലുള്ള ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയുണ്ടായി. സർക്കാർ ഇടപെടേണ്ട ചില പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചത്. അവരാവശ്യപ്പെട്ടത് ഈ സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിക്കണമെന്നാണ്. ഏതായാലും അവരാവശ്യപ്പെട്ടത് ഗൗരവമുള്ള കാര്യങ്ങളാണ്. സർക്കാർ അവ ഗൗരവമായി പരിഗണിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ചിലത് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടതാണ് എന്ന് ബോധ്യമായിട്ടുമുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണയായി സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുകൂടി ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകാൻ ഞാൻ തയ്യാറാവുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേർക്ക് ഏത് ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണിയെയും അതിശക്തമായി നേരിടും. സത്യം ജനങ്ങളെ അറിയിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനൊപ്പം എപ്പോഴും സർക്കാർ ഉണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദങ്ങൾ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊന്നാകെ പുതിയൊരു ഊർജം തന്നെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയായിരുന്നു. വളരെ നിർണായകമായ സമകാലീന സംഭവങ്ങളും നിലവിലെ മാധ്യമ വ്യവസ്ഥിതിയിലെ സുപ്രധാനമായ കാര്യങ്ങളടക്കം അദ്ദേഹം സവിസ്തരം നിലവിൽ പ്രതിപാദിക്കുകയും ചെയ്തു. ഒപ്പം കോടതിയിൽ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വലിയ തരത്തിലുള്ള പ്രതിസന്ധികളെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. യാതൊരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല ഇത്. ഒപ്പം മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എന്ത് വില നൽകിയും സർക്കാർ കൂടെ ഉണ്ടാകും എന്ന തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന്. സാലി, എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? അരുൺ, ഇന്നലെ വഞ്ചിയൂർ കോടതിയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ
അതിശക്തമായ താക്കീതാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഇപ്പോൾ അഭിഭാഷകർക്ക് നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം അഭിഭാഷകർക്ക് മുന്നറിയിപ്പ് നൽകി. കോടതികൾ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണെന്ന് അഭിഭാഷകർ കരുതേണ്ട കാര്യമില്ല. ആര് കയറണം ആര് കയറണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരികളല്ല അഭിഭാഷകർ. അവർ കോടതി രാജ്യത്തിന്റെ പൊതു സ്വത്താണെന്ന് അഭിഭാഷകർ ഓർമ്മിക്കണം എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജുഡീഷ്യറിക്കുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്ന് തെറ്റിദ്ധാരണ ഒരു അഭിഭാഷകനും വേണ്ട. ജഡ്ജിമാർക്കുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയും അഭിഭാഷകർക്ക് വേണ്ട എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഏതായാലും പത്രസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമായി തന്നെ ഇതിനെ കാണുന്നു. അഭിഭാഷകർ നിയമം ലംഘിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. നിയമം ലംഘിക്കപ്പെട്ടാൽ അത് ലംഘിക്കപ്പെടാതെ നോക്കേണ്ട ചുമതല ഭരണകൂടത്തിനുണ്ട്, അത് സർക്കാരിനുണ്ട്. അതുകൊണ്ട് അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും എന്ന് അതികർശനമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിഭാഷകർക്ക് നൽകിയ മുന്നറിയിപ്പ്. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന വിശദമായ ഒരു പ്രസംഗമായിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയത്. സമകാലികമായി മാധ്യമ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ആഗോളവൽക്കരണത്തിന്റെയും കുത്തകവൽക്കരണത്തിന്റെയും ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു. വളരെ വിശദമായ പ്രസംഗമായിരുന്നു. ആഗോളവൽക്കരണം മൂലം, വിദേശ നിക്ഷേപം മൂലം ഒക്കെ ഇന്ത്യൻ താല്പര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം മാധ്യമ മേഖലയിലുണ്ട്. അതിനെതിരെ മാധ്യമപ്രവർത്തകർ ജാഗ്രത പാലിക്കണം. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ അതേ കരുക്കളാക്കി കോർപ്പറേറ്റുകളും മറ്റും പ്രവർത്തിക്കുന്നു. വൻ കോർപ്പറേറ്റുകൾ മാധ്യമ മേഖലയാകെ കൈയടക്കുന്നു. അത് മുകേഷ് അംബാനിയുടെ മാധ്യമ മേഖലയിലെ കൈയടക്കൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വ്യവസായ മൂലധന താല്പര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് മാധ്യമ ശൃംഖല ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ഈ കുത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ഒടുവിൽ സാധാരണക്കാരന്റെ ശബ്ദം പ്രചരിപ്പിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരുന്നു. അത് മാധ്യമ പ്രവർത്തകർ തിരിച്ചറിയണം. ഇത്തരം കുത്തകവൽക്കരണത്തിനും വർഗീയതയ്ക്കും ദേശവിരുദ്ധർക്കും ഒക്കെ എതിരെ പോരാടുന്ന ശക്തികൾക്കൊപ്പം, സത്യത്തിന്റെ ശക്തികൾക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിലും അവരെ അപമാനിക്കാനും ആക്ഷേപിക്കാനും അവരെ കരിവാരിത്തേക്കാനെങ്കിലും ഉള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് അവരോട് പറഞ്ഞു. ഏതായാലും ഈ ഇന്നത്തെ പ്രസംഗത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും കർശനമായ നിലപാട് അഭിഭാഷകർക്കെതിരെയുള്ളതായിരുന്നു. അഭിഭാഷകർ ഇന്നലെ സ്വീകരിച്ച വഞ്ചിയൂർ കോടതിയിൽ നടത്തിയ അക്രമത്തെ അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അപലപിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, സർക്കാർ എന്ന നിലയ്ക്ക് നിയമം പാലിക്കാൻ ബാധ്യതയുണ്ട് സർക്കാരിന്. നിയമം ലംഘിക്കുന്ന ഘട്ടം വന്നാൽ അത് ഇടപെടുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയതൊക്കെ.